ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കാരമൽ ടേസ്റ്റിൽ നല്ലൊരു അടിപൊളി സേമിയ പായസം തയ്യാറാക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ്, നല്ല സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സേമിയ പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ആദ്യം സ്റ്റൗ ഓണാക്കിയതിന് ശേഷം പായസം വയ്ക്കാനുള്ള പാത്രം അടുപ്പിലോട്ട് വയ്ക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഗോൾഡൻ ബ്രൗൺ കളറായാൽ മതി, വല്ലാതെ ബ്രൗൺ കളറൊന്നും ആവരുത്. ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ അത് കുറേശ്ശെ ഉരുകി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ, കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഇതാണ് കറക്റ്റ് പാകം. ഇതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ അത് ഉരുക്കിയെടുക്കാൻ. അപ്പോൾ ഇത് നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് നമുക്ക് തീ കൂട്ടി വയ്ക്കാം കേട്ടോ. പച്ചവെള്ളമോ ചൂടുവെള്ളമോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ കാരമൽ ചെറുതായി കട്ട പിടിച്ചതെല്ലാം തിളയ്ക്കുമ്പോൾ ഉരുക്കി ഇതിലോട്ട് യോജിച്ചോളൂ കേട്ടോ. വെള്ളം ചേർത്ത് കൊടുത്തില്ലെങ്കിൽ പായസം തണുക്കുമ്പോൾ വല്ലാതെ അങ്ങ് കട്ടയായി പോവും. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ തിളച്ച് കാരമലൊക്കെ നന്നായി ഉരുകി യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. ഇനി പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഒരു 10 മിനിറ്റ് പാല് നന്നായി തിളച്ചൊന്ന് വെന്ത് വരണം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ അത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. പാല് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി സേമിയ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരു 150 ഗ്രാം വറുത്ത സേമിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വറുക്കാത്ത സേമിയ ആണെങ്കിൽ കുറച്ച് നെയ്യിൽ ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. സേമിയ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് സേമിയ വെന്ത് വരട്ടെ. 5-6 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. ആ സമയം കൊണ്ട് സേമിയ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ സേമിയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വ്യത്യാസപ്പെടുത്താം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ള ബട്ടർ സോൾട്ടഡ് ആയിരുന്നതുകൊണ്ടാണ് കേട്ടോ ഉപ്പ് ചേർക്കാത്തത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പമല്ലേ, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന കാരമൽ ടേസ്റ്റിലുള്ള അടിപൊളി സേമിയ പായസമാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഒരുപാട് സ്നേഹത്തോടെ ബൈ.